ഇപ്പോൾ മാഷിന്റെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ മാഷ് എന്നെ സ്വാധീനിച്ച അത്രയും മറ്റൊരു അധ്യാപകനും എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാകുവാൻ സാധ്യതയില്ല. അന്ന് മാഷിന്റെ അധ്യാപന രീതിയും ഇന്ന് ജീവിത രീതിയുമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ജീവിത രീതിയും വാസസ്ഥലവും തിരഞ്ഞെടുക്കുവാനുള്ള കാരണം? എൻ്റെ ബാല്യകാലത്ത് തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഒന്ന് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് എന്തെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ അത് അധ്യാപനവുമായി ബന്ധപ്പെട്ടായിരിക്കണമെന്ന് ഞാൻ കുറച്ച് തിരിച്ചറിവുണ്ടാകുമ്പോൾ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ ഇത് മാത്രമല്ല, എൻ്റെ പരിശ്രമഫലമായിട്ട് തന്നെ വേണം എനിക്ക് ഒരു തൊഴിൽ കിട്ടാനും എൻ്റെ പഠനം നിർവഹിക്കാനും എന്നുകൂടി നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ടെക്നിക്കൽ എഡ്യൂക്കേഷനുമൊക്കെ കഴിഞ്ഞിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോവുകയാണ്. ഇന്ത്യ മുഴുവനൊന്ന് കാണണം, ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം. അതിൽ നിന്ന് നമുക്ക് എന്താണ് സമൂഹത്തിന് ചെയ്യാൻ പറ്റുക, ആ സമൂഹത്തിന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണം. ആ സമൂഹത്തിന് തിരിച്ചെന്തെങ്കിലും നമ്മൾ കൊടുക്കണം. അപ്പം അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അറിവ്, യഥാർത്ഥത്തിലുള്ള അറിവ് എന്താണ് എന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പുസ്തകങ്ങളിൽ ധാരാളം വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ കൊണ്ട് നമുക്ക് കാര്യമില്ല. നമ്മളെ മനുഷ്യനാക്കി മാറ്റുന്നത്, മറ്റ് ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ ദീർഘവീക്ഷണം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പ്രകൃതിക്ക് ഇണങ്ങി ജീവിക്കുക എന്നുള്ളത്, പ്രകൃതിക്ക് വിധേയരായി ജീവിക്കുന്നതിനേക്കാൾ നമ്മൾ പ്രകൃതിക്ക് ഇണങ്ങി ജീവിക്കുമ്പോൾ നമുക്ക് പ്രകൃതിക്ക് അതീതരാവാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ അതീതരാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രകൃതിക്ക് വിധേയരായിട്ട് എങ്ങനെയെങ്കിലും കഴിയുക എന്നുള്ളതല്ല. നമ്മൾ അതിൽ നിന്ന് ഒരു പടി കൂടെ മുന്നോട്ട് കാര്യങ്ങളെ എന്തൊക്കെയാണ് നമ്മൾ വിവേചിച്ച് അറിഞ്ഞിട്ട് എന്ത് സ്വീകരിക്കണം, എന്ത് ത്യജിക്കണം, ഇത് തിരിച്ചറിയാനുള്ള കഴിവ് നമ്മളിൽ ആർജിക്കണം. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ചെറിയൊരു സ്കൂളിലാണ് പഠിപ്പിച്ചത്, 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ. പിന്നെ സ്കൂളിന് പുറത്ത് ഒരുപാട് വിദ്യാലയങ്ങളും ഇതര പ്രദേശങ്ങളിലെ ജനങ്ങളുമായിട്ടൊക്കെ ചേർന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സ്കൂളിൽ വരുമ്പോൾ ധാരാളം പുസ്തകങ്ങളും പത്രമാസികകളും ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ വരിക. എല്ലാ അധ്യാപകരും ചിലപ്പോൾ ലെഷർ ടൈമിലൊന്ന് വിശ്രമിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കുട്ടികളുടെ കൂടെ മിങ്കിൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഞാൻ ആ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള പുസ്തകങ്ങൾ കാണിച്ചു കൊടുക്കുക, ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുക, ഞാൻ യാത്ര ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓരോ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിൽ എങ്ങനെ നമുക്ക് നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്,
അതിനെ എങ്ങനെ തരണം ചെയ്യാൻ ഓരോ മനുഷ്യർക്കും ശ്രമിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് എത്ര IAS-കാർ നിങ്ങൾ പഠിപ്പിച്ചിട്ട് എത്ര IAS-കാരുണ്ട്, എത്ര പേർ IPS-കാരായി, എത്ര പേർ വക്കീലായി, ഡോക്ടറായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു കുട്ടിയെങ്കിലും, സുകേഷിനെ പോലെ ഒരു കുട്ടിയെങ്കിലും ഒരു മനുഷ്യനാവാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടിക്കെങ്കിലും എന്നിലൂടെ അതിനുള്ള ഒരു ഏതെങ്കിലും ഒരു സംഭാവന ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻസ്പിറേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പല കുട്ടികളും എന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ അധ്യാപനത്തിൻ്റെ അവസാന വർഷങ്ങളിൽ ഒരു ദിവസം ഒരു പെൺകുട്ടി അവളുടെ അമ്മയുമായിട്ട് വരുന്നു. അവൾ വിവാഹമൊക്കെ കഴിഞ്ഞ് ബോംബെയിലോ മറ്റോ താമസിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ കൂടെ അവധിക്ക് വന്നതാണ്. അപ്പോൾ അവൾ അവിടെ വന്നിട്ടൊരു റിക്വസ്റ്റ് ചെയ്തത് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ ഒരിക്കൽ കൂടി അവസരം തരുമോ എന്ന് ചോദിച്ചിട്ടാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. സ്കൂളൊക്കെ വിട്ടുപോയി, അത് കഴിഞ്ഞിട്ടും ഡിഗ്രിയുമൊക്കെ കഴിഞ്ഞ് അവൾ വിവാഹിതയായി പോയി കഴിഞ്ഞപ്പോഴും വരുന്നു, ആ ക്ലാസ്സിലൊന്നിരിക്കണം, അമ്മയുമായിട്ട് വന്നിട്ട് അമ്മ എന്നോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു ശരി ഇരുന്നോളൂ. അങ്ങനെ ആ കുട്ടി വന്ന് ഇരുന്ന് ഒരു അവർ ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടിട്ട് വീണ്ടും സന്തോഷത്തോടു കൂടി പോവുകയുണ്ടായി. അതൊക്കെ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അസുലഭമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമല്ല. ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും, എല്ലാ അധ്യാപകർക്കും എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ നിന്ന് ഞാൻ വ്യത്യസ്തനായത് എൻ്റെ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങൾ കൊണ്ടാണ്. അധ്യാപകൻ ആവണം, അതൊരു നല്ല അധ്യാപകനാവണം, അവാർഡ് ഒന്നും വാങ്ങുന്ന അധ്യാപകനായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നെക്കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സമൂഹത്തിന് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ കഴിയണം. അത് ജീവിതകാലം മുഴുവൻ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് യത്നിച്ചത്. അത് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകൾക്ക്, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സാമ്പത്തിക ശേഷിയില്ലാത്തവർക്ക് എന്നെക്കൊണ്ടാവുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം ചെയ്യാൻ. പക്ഷേ ഇതിലൊക്കെ പ്രധാനമാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഓരോ മീറ്റിങ്ങിന് ചെല്ലുമ്പോഴും അവർ ഈ ഡോക്ടർമാർ കൊടുത്ത പ്രിസ്ക്രിപ്ഷൻസുമായിട്ട് വരികയാണ്. പക്ഷേ ഇത്രയും മരുന്നുകൾ എഴുതി തന്നിട്ടുണ്ട്, ഇത് വാങ്ങാൻ കാശില്ല. എത്ര ആൾക്കാണ് നമ്മൾ കൊടുക്കാൻ പറ്റുക? 100 കണക്കിന് ആളുകൾ അവിടെ ഉണ്ട്. അപ്പോഴവസാനം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവൻ ത്യജിക്കാൻ തയ്യാറാവാം. എത്രയോ കുഞ്ഞുങ്ങൾ എൻ്റെ പ്രായമൊന്നും ആവാതെ, നിങ്ങളുടെ ഒന്നും പ്രായമാവാതെ അവിടെ ജീവത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട്. വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണത്. നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകണം, കുറഞ്ഞ അധ്വാനത്തിൽ, കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടുതൽ ലാഭം എന്നുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് വന്നിട്ടുണ്ട്. മറ്റേ നമ്മൾ എന്തെല്ലാം പങ്കുവയ്ക്കാൻ കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. അതല്ല, ഇപ്പോൾ എന്തൊക്കെ കുന്നുകൂട്ടാൻ പറ്റുന്നു അപ്പോൾ സന്തോഷമുണ്ടാകുന്നു, അതൊരു വ്യാജ നിർമ്മിതിയാണ്. ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം. അത് മറ്റുള്ളവർ കൂടി സുഖകരമായി നമ്മുടെ കൂടെ ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. പക്ഷെ അവരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഭരണകൂടങ്ങളായാലും ലാഭക്കുതിയന്മാരായിട്ടുള്ള മറ്റ് സമൂഹത്തിലെ ഇതര വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് കോർപ്പറേറ്റുകൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതിനെയൊക്കെ ഏത് രീതിയിലൊക്കെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഇന്ത്യയിലുടനീളം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഉണ്ടാവുകയും അവരുടെ സമരങ്ങളിലൊക്കെ പങ്കാളിയാവുകയും ഡൽഹി മുതൽ കാസർഗോഡ് ടൗണിൽ വരെ പലതവണ നിരാഹാരങ്ങൾ കിടന്നിട്ടുണ്ട്.
അവർക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായതാണ്. നർമ്മദയിൽ മുങ്ങിച്ചാവുന്ന ജനങ്ങൾക്ക് വേണ്ടി അവിടെ വെള്ളത്തിൽ നിന്നുകൊണ്ട് സത്യാഗ്രഹം ചെയ്യാൻ മേധാ ഭട്കറെ പോലുള്ള ആളുകൾ തയ്യാറായപ്പോൾ അതിൻ്റെയോടൊപ്പം ചേരാൻ വേണ്ടി ഞാനും കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ പോയിരുന്നു. അവിടെ അതിന് പിന്നീട് സമരങ്ങൾ ഗതി മാറി. ലോകബാങ്കിൻ്റെ സഹായധനം നിർത്തലാക്കാനുള്ള സമരത്തിൽ ഡൽഹിയിൽ ആദിവാസി സഹോദരങ്ങൾക്കൊപ്പം പോകാൻ കഴിഞ്ഞു. അവിടെയും ലോകബാങ്കിനെ മുട്ടുകുത്തിച്ചെങ്കിലും ഇന്ത്യൻ സർക്കാരുകളെ നമുക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അവർ നർമ്മദയിൽ അസംഖ്യം അണകൾ കെട്ടുകയും കോടിക്കണക്കിന് ആളുകളെ ഈ കൃഷിഭൂമിയെയും വെള്ളത്തിലാക്കുകയും അതിലൊക്കെ ഉപരിയായിട്ട് ധാരാളം ജീവജാലങ്ങൾ എന്നേക്കുമായി മണ്ണടിഞ്ഞു പോവുകയുണ്ടായി. അതുപോലെ തന്നെ ചെറിയ നമ്മളിപ്പോൾ ഒരു ആരാധനാലയത്തിനൊക്കെ വേണ്ടി ഇന്ത്യയിൽ വലിയ ബഹളങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം നർമ്മദയിലെ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ജനങ്ങൾ ആരാധിച്ചു വരുന്ന നിരവധി ക്ഷേത്രങ്ങൾ വെള്ളത്തിനടിയിലാക്കിയിട്ടുണ്ട്. അതിൽ പ്രസിദ്ധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ശൂൽപ്പണേശ്വർ ഞാൻ ആദ്യം കാണുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭാഗമാണ് വെള്ളത്തിൻ്റെ മുകളിലുണ്ടായിരുന്നത്. പിന്നീട് അതിന് മുകളിൽ കെട്ടിയിരുന്ന കൊടി മാത്രമുണ്ടായിരുന്നു. പിന്നെ പോകുമ്പോൾ ആ കൊടിയും മുങ്ങിപ്പോയിരിക്കുന്നു. സ്വയംഭൂ ശിവലിംഗങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഹാപേശ്വർ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്. ആ ശിവലിംഗങ്ങളോടൊപ്പം തന്നെ ആ ക്ഷേത്രവും എല്ലാം മുക്കി വെള്ളത്തിനടിയിലാക്കി. അങ്ങനെ അസംഖ്യം നൂറുകണക്കിന് ക്ഷേത്രങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും പരിപാവനമായ നദികളിലൊന്നുണ്ട് തീരപ്രദേശങ്ങളിൽ. അവിടുത്തെ ഓരോ മണൽത്തരിയും ശിവവിഗ്രഹങ്ങളാണ് എന്ന് ധരിക്കുന്ന നല്ല മനുഷ്യരെ അവിടെ നിന്ന് വെള്ളത്തിൽ താഴ്ത്തി അവിടെ നിന്ന് അവർ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. കുറേ ആളുകൾ മരിക്കുകയുണ്ടായി. എത്രയോ ജീവജാലങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവിടുത്തെ സമരത്തിൽ നമ്മളോടൊപ്പമൊക്കെ നിന്നിരുന്ന ഇന്ത്യയിലെ ഒരു വലിയ സാമൂഹിക പ്രവർത്തകനും ഗാന്ധിയനും വിനോബ ഭാവയുടെ ശിഷ്യനും ഒക്കെ ആയിരുന്ന ബാബ ആംദെ പറയാറുണ്ട്, ദ സൈലന്റ് മെജോറിറ്റി ഈസ് ദ സൈലൻസ്ഡ് മെജോറിറ്റി. മിണ്ടാതിരിക്കുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിശബ്ദരാക്കപ്പെട്ടവരാണ്. അവർ സ്വയം നിശബ്ദരാവുന്നതല്ല. കാലാകാലങ്ങളായിട്ട് മിണ്ടരുതേ എന്ന് കുട്ടികളോട് പറയുന്ന അധ്യാപകർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരെ നിശബ്ദരാക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണ്. അവർ മിണ്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുട്ടികളൊന്ന് മിണ്ടുക. ചിലപ്പോൾ സ്കൂളിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഈ മിണ്ടൽ നടക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ടാണ് കുട്ടികളെയും കൊണ്ട് ഞാൻ പുറത്തിറങ്ങി പോകുന്നത്. പാറപ്പുറത്തിരുന്നും പുഴയോരത്ത് പോയും കാവിൽ ഇരുന്നും നിങ്ങൾ പുറം ലോകം കൂടി കാണണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ അകം ശുദ്ധമാവുകയുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ആ സമയത്ത്. നീ ഇപ്പോഴും ഓർക്കുന്നു എന്ന് പറഞ്ഞത് സന്തോഷമുണ്ടായി. നാഗമോഹൻ എന്ന് പറയുന്ന പാരഡൈസ് ഫ്ലൈ കാച്ചർ എന്ന് പറയുന്ന പക്ഷിയെ ആദ്യമായിട്ട് കാണിച്ചു തരുമ്പോൾ, ഹിമാലയത്തിൽ നിന്ന് വരുന്ന ഒരു പക്ഷിയാണെന്ന് ആളുകൾക്കറിയില്ല. അതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം യാത്രയിലാണ്. യാത്ര ചെയ്ത് കേരളത്തിലെത്തുമ്പോഴേക്കും ബ്രൗൺ നിറത്തിലുള്ള തവിട്ട് നിറത്തിലുള്ള അതിൻ്റെ ശരീരവും കറുത്ത തലയും മാറി അതിൻ്റെ വാല് നീണ്ടു വരികയും ഒരു കുരുത്തോലയുടെ പോലെയുള്ള നീണ്ട വാലുകൾ വരും. അപ്പോൾ ഹിമാലയത്തിൽ നിന്ന് സഞ്ചരിച്ചു വരുന്ന ഒരു പക്ഷിയുടെ ബ്രൗൺ നിറം കേരളത്തിലെത്തുമ്പോഴേക്കും മാറുന്നു. അതിൻ്റെ വാലിന് നീളം വയ്ക്കുന്നു. അതിനെ നമ്മൾ കുരുത്തോലക്കിളി എന്നൊക്കെ മലയാളത്തിൽ വിളിച്ചിരുന്നു. പിന്നീടാണ് നാഗമോഹൻ കുറച്ചുകൂടെ സംസ്കൃതൈസ് ചെയ്തിട്ടുള്ള ഒരു പേര് കൊടുക്കുന്നത്. ആ പറവയ്ക്കുണ്ടാകുന്ന ഒരു മാറ്റം നമ്മൾ നോക്കണം. കേരളത്തിലെത്തുമ്പോഴേക്കും അതിൻ്റെ ആൺപക്ഷിക്കാണ് ആ കളറ് വരുന്നത്. നല്ല നമുക്ക് വളരെ ഇഷ്ടമാവുന്ന വെള്ള നിറം, നീണ്ട വാലുകൾ. അന്തരീക്ഷത്തിലേക്ക് അത് പറക്കുമ്പോൾ അതിൻ്റെ പക്ഷിയുടെ പിന്നിൽ 2 കുരുത്തോല കെട്ടിയതുപോലെയുള്ള ഒരു അനുഭൂതിയാണ് ഉണ്ടാവുന്നത്. ആ പക്ഷിയെ കാണിച്ചു തരുമ്പോൾ
ഇങ്ങനെ ഉള്ളൊരു പക്ഷിയുണ്ട്. ഇത് ഇത്ര ദൂരം സഞ്ചരിച്ചിട്ടാണ് വരുന്നത്. നമ്മളും ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ സഞ്ചാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നാഗമോഹനെ പോലെ ആദ്യം കറുപ്പും തവിട്ടും ഒക്കെ നിറമുള്ളത് നമ്മൾ മാറി നമ്മുടെ ഉള്ള് വെളുത്ത് കൂടുതൽ തേജസ്സുള്ള ഒരു ജീവി വർഗമായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ് ഈ പക്ഷിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആളുകൾക്ക് തുറന്ന് കാണാനുള്ള, കുട്ടികൾക്ക് കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക. നമ്മൾക്ക് നിലനിൽപ്പ് ഇന്ന് ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം സംഭവിച്ചിട്ടില്ലാത്തത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ്. ഇപ്പോൾ ബക്കുവിലെ ഒരു സമ്മേളനം നടന്നു. ആഗോളതാപനത്തിൻ്റെ കാരണം ഇന്ന് എല്ലാ കുട്ടികൾക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിൽ അമിതമായിട്ട് നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങൾ, ജൈവ ഇന്ധനങ്ങൾ, വിറകായാലും മണ്ണെണ്ണയായാലും പെട്രോളായാലും ഡീസലായാലും കൽക്കരി ആയാലും ഒക്കെ കത്തിച്ച് നമ്മുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കത്തിച്ച് നമ്മൾ എനർജിയുടെ മറ്റൊരു വകഭേദമായിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്നു. വൈദ്യുതി മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുന്നു, കാറ്, വാഹനങ്ങൾ, ഇലക്ട്രിക് ട്രെയിനുകൾ, വിമാനങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്നു. യുദ്ധ സാമഗ്രികളും യുദ്ധവും എല്ലാം നടത്തുന്നതിന് ഈ ഭൂമി അതിൻ്റെ ഗർഭത്തിൽ വളരെ അപകടകാരികളായിട്ടുള്ള സാധനങ്ങളെയൊക്കെ വളരെ ആഴത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിരുന്നതാണ്. ഇതൊക്കെ നമ്മൾ മാന്തി എടുത്തുകൊണ്ടാണ് അത് പുറത്തു കൊണ്ടുവന്ന് കത്തിച്ച് അന്തരീക്ഷത്തിൽ അതിൻ്റെ വിഷവാതകങ്ങൾ എത്തിച്ച് ഇന്ന് നമുക്ക് ജീവിക്കാൻ പറ്റാത്തതായി ഭൂമി മാറിയിരിക്കുന്നു. ഈ മഞ്ഞുകാലത്ത് ഡൽഹിയിലെ ആളുകൾക്ക് ശ്വസിക്കാൻ വായുവില്ല. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വലിയ പൂന്തോട്ടമുണ്ട്, നിങ്ങൾക്ക് വലിയ തോട്ടങ്ങളുണ്ട്, കാറുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ പുറത്തിറങ്ങിയിട്ട് വെറുതെ ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന വായു ശ്വസിക്കാൻ കിട്ടാതെ നിങ്ങൾ ശ്വാസം മുട്ടുകയാണെങ്കിൽ എന്ത് കിട്ടിയിട്ട് എന്താണ് ഫലം? ഇത് ഈ ഇവിടെ കിടക്കുന്ന നായോ അല്ലെങ്കിൽ ഈ പക്ഷികളോ ഈ മനുഷ്യനല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ജീവി ഉണ്ടാക്കിയതല്ല. അവർക്ക് ആർക്കും ഈ അന്തരീക്ഷ മലിനീകരണം ഇത്ര ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ സുഖസൗകര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ ഈ ഒരു സ്ഥിതിയിലെത്തിച്ചത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കൂ, കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്നു. അന്തരീക്ഷത്തിലെ താപനിലയിൽ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വർധനവുണ്ടാകുകയാണ്. ശരാശരിയിൽ കൂടുതലായിട്ടും വർദ്ധിക്കുകയാണെങ്കിൽ, ഞാനൊരു 10-40 കൊല്ലം മുമ്പ് വായിച്ച് അറിഞ്ഞ കാര്യം ഇതാണ്. നമ്മുടെ 10% സൂക്ഷ്മജീവികൾ ഇല്ലാതാവും. 10% സൂക്ഷ്മജീവികൾ ഇല്ലാതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ധനികനായാലും, ധീരുഭായി അംബാനി ആയാലും, അല്ലെങ്കിൽ അനിൽ അംബാനി, മുകേഷ് അംബാനി, അദാനി ഒക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോകത്തിലെ വലിയ ഭരണാധികാരികൾ ട്രംപോ പുടിനോ ആരുമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിക്കോട്ടെ, പക്ഷെ ഇവർക്കൊക്കെ ജീവിക്കണമെങ്കിൽ വായുവും വെള്ളവും ശുദ്ധമായിരിക്കണം, ആഹാരം ശുദ്ധമായിട്ടുള്ളതായിരിക്കണം. അല്ലെങ്കിൽ കുറച്ചു കാലമൊക്കെ അവർക്ക് ചികിത്സയുമൊക്കെ കിട്ടിയേക്കാം. പക്ഷേ അവരെ പോലെ തന്നെ അവർ ഭരിക്കുന്ന രാജ്യത്തെ ജനങ്ങൾക്കും സുഖസൗകര്യങ്ങൾ ഉണ്ടാവണം. അത് ദീർഘകാലം നിൽക്കണം. കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം നശിപ്പിച്ചു പോകുന്ന ഒരു രീതിയാണിപ്പോൾ ലോകം മുഴുവൻ അവലംബിക്കുന്നത്. പണമുണ്ടെങ്കിൽ എല്ലാമായി. പക്ഷെ പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശുദ്ധവായു കിട്ടില്ല. അത് ഭൂമിയുടെ ഏത് ഭാഗത്ത് താമസിച്ചു കഴിഞ്ഞാലും കാലാവസ്ഥയിലെ വ്യത്യാസം വരുമ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യജീവിതത്തെ അത് ബാധിക്കുന്നു.